കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് ഇപ്പോൾ വയനാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ദുരന്തം ഉണ്ടാകുമ്പോൾ കുറേയധികം ആളുകൾ രക്ഷാപ്രവർത്തനത്തിന് വരുന്നു, കുറേയധികം ആളുകൾ ക്യാഷ് കൊടുക്കുന്നു, വീട് വെച്ച് കൊടുക്കുന്നു, കുറച്ച് ആളുകൾ കൈയിട്ട് വരുന്നു, പത്രപ്രവർത്തനം. എല്ലാത്തിനും ഒടുവിൽ ബന്ധുക്കളും ഉറ്റവരെയും ഉടയവരെയും വീടും നഷ്ടപ്പെട്ടവരുടെ ദുഃഖങ്ങൾ മാത്രം ബാക്കി നിൽക്കവേ എല്ലാവരും പല വഴിക്കായിട്ട് നീങ്ങുന്നു. ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ കേട്ടുമറന്ന ഒരു പേര് വീണ്ടും ഓർക്കും. ഗാഡ്ഗിൽ, മിസ്റ്റർ മാധവ് ഗാഡ്ഗിൽ. ആരാണ് ഗാഡ്ഗിൽ? എന്താണ് ഗാഡ്ഗിൽ റിപ്പോർട്ട്? 2015 കേന്ദ്ര ഗവൺമെൻറ് പശ്ചിമഘട്ടത്തിൻ്റെ സംരക്ഷണത്തിനും കാര്യങ്ങളുടെ വിലയിരുത്തലിനുമായിട്ട് ഒരു സമിതി രൂപപ്പെടുത്തി. അതിൻ്റെ ഹെഡായിരുന്നു മിസ്റ്റർ ഗാഡ്ഗിൽ. അദ്ദേഹം സമർപ്പിച്ചിട്ടുള്ള 522 പേജുകളുള്ള ഗാഡ്ഗിൽ റിപ്പോർട്ടാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, വെസ്റ്റേൺ ഗാട്സ് ഒരു സെൻസിറ്റീവ് ഏരിയയാണ്. നമ്മൾ പ്രകൃതിയെ ദ്രോഹിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തിരിച്ചടി ഭയാനകമായിരിക്കും. ഇതിനെ സോണുകളായിട്ട് തരംതിരിച്ചുകൊണ്ട് റെസിഡൻഷ്യൽ ഏരിയ, ടൂറിസ്റ്റ് അട്രാക്റ്റീവ്, അവിടെ വലിയ വലിയ ഇൻഫ്രാസ്ട്രക്ചറുകൾ നടക്കരുത്, അങ്ങനെയുള്ള രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് കണ്ട് ഗവൺമെൻറ്റും എർത്ത് മൂവേഴ്സും കോറി മാഫിയയും അദ്ദേഹം കള്ളം പറയുകയാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് അവിടെ നാട്ടി ഓടിക്കുകയും ചെയ്തു. 2013 അദ്ദേഹം വീണ്ടും പറഞ്ഞു, പശ്ചിമഘട്ടം ആകെ